ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ആലോവേറ ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസ്. അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും, അയ്യോ കറ്റാർ വാഴ എങ്ങനെയാണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്, അതിന് കയ്പ്പ് വരത്തില്ല എന്നൊക്കെ. പക്ഷേ ഒരിക്കലും ഒരു കയ്പ്പും വരത്തില്ല. അത് മാത്രമല്ല, ഒരു മനുഷ്യക്കുഞ്ഞു പോലും കണ്ടുപിടിക്കത്തില്ല ഇത് കറ്റാർ വാഴയുടെ ജ്യൂസാണെന്ന്. ആ രീതിയിലാണ് നമ്മളൊരു ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തം ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ കറ്റാർ വാഴയും തുളസിയും അതുപോലെ തന്നെ പനിക്കൂർക്ക, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉള്ള ജനറേഷനൊക്കെ ഇതൊക്കെ അറിയുമെന്നറിയില്ല. പനിക്കൂർക്കയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും ഇതൊക്കെ ഉള്ളത് നല്ലതാണ്. മുറിവുകളും ചെറിയ ചെറിയ വിഷജന്തുക്കളൊക്കെ കഴിച്ചാലൊക്കെ ഇതിൻ്റെ ജ്യൂസ് ഒരു മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കറ്റാർവാഴ അതായത് നമ്മുടെ മുഖകാന്തിക്കും മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണെന്ന്. പക്ഷേ അതല്ലാണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. നിങ്ങൾക്കറിയാമോ, ഇത് ഡൈജഷൻ പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇത് നല്ലതാണ്. അതുപോലെ എനിക്കടക്കം ഒരുപാട് പേർക്ക് നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്, അതിനും ഏറ്റവും നല്ലതാണ് ഈ കറ്റാർവാഴ ജ്യൂസ്. അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്, ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാന്ന് വെച്ചാൽ മെറ്റബോളിസം നന്നായിട്ട് ഇത് ബൂസ്റ്റപ്പ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, കറ്റാർ വാഴയ്ക്കകത്ത് ആവശ്യത്തിലധികം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജനും അതുപോലെ തന്നെ അത് ആൻറ്റി ബാക്ടീരിയലായിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ. വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഡയബറ്റിക് 2 പേഷ്യൻസ് ഇത് കഴിക്കുവാണെങ്കിൽ ദിവസം കുറച്ച് കറ്റാർവാഴ ജെല്ല് കഴിക്കുന്നത് അവർക്ക് ഏറ്റവും ഉത്തമമാണെന്നാണ് ഞാൻ കുറേ എടുത്ത് വായിച്ചത്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഈ വൈറ്റമിൻസും മിനറൽസൊക്കെ ഏറെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി, സി, ഇ, ഫോളിക് ആസിഡ് ഉണ്ട്, കാൽഷ്യം, കോപ്പർ, ക്രോമിയം, സോഡിയം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റാത്ത അളവ് ഗുണങ്ങളാണ് കറ്റാർ വാഴയ്ക്കകത്തുള്ളത്. എൻ്റെ ചെടികളൊക്കെയാണ്. ഇത് ഞാൻ കാണിക്കുന്നതാണ് നമ്മുടെ ഇത് പനിക്കൂർക്കയാണിത്. ഇത് ഞാൻ മോൻ കുളിക്കുമ്പോഴൊക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം തുളസി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മോൻ അത് പിഴുതെടുത്ത് കളഞ്ഞു. പിന്നെ അത് വെയിൽ വന്നപ്പോൾ ഉണങ്ങിയും പോയി. അപ്പോൾ തുളസി ഒരെണ്ണം വാങ്ങണം. അപ്പം ഞാനിത് മുറിച്ചെടുക്കുകയാണ്. ഉള്ളതിൽ ഏറ്റവും വലിയ ഇലയാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ ചെടി മുറിക്കുന്നത്. അതെന്താണെന്നറിയത്തില്ല, കുറച്ച് നേരം അത് മുറിക്കാൻ മനസ്സ് വരത്തില്ല. എന്നും നമ്മൾ ഇങ്ങനെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടേ നമുക്ക് അതിനോടൊരു സ്നേഹം വന്നു പോകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്തൊരു സങ്കടമാണ് മുറിക്കുന്നത്. അപ്പോൾ ഇത് മുറിച്ച് കഴിയുമ്പം ഇതിനകത്തൊരു മഞ്ഞ വെള്ളം പോലെ ഒരു സംഭവം വരും കേട്ടോ. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചാരി വെച്ച് അത് നമുക്ക് വേണ്ട, അത് മൊത്തം ഊറിപ്പോകുന്നവരെ ഒരു 10-15 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ നിങ്ങൾ വെക്കണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്യണം. ആ കറ പോലത്തെ സംഭവം നമുക്ക് വേണ്ട. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2 നാരങ്ങയും മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ തൊലിയൊന്നും മാറ്റാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം കേട്ടോ. ചിലപ്പം കൈയൊക്കെ ഒന്ന് പുളി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ചെറിയ പിച്ചാത്തി കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ഞാൻ മുറിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മുറിച്ച് മാറ്റിയ തൊലി നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല. നമ്മളൊക്കെ ശരീരത്തൊക്കെ നന്നായിട്ടത് സ്ക്രബ് ചെയ്യാനും മുഖത്തൊക്കെ സ്ക്രബ് ചെയ്താലും നല്ലതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി അത് മാറ്റി വെച്ചു. അപ്പം ഞാൻ മുഖത്തൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തൊലി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ജെല്ല്. അപ്പം ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് എടുക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് വെള്ളത്തിൽ ഒരുപാട് കഴുകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേലിൽ ആ കറ, ഞാൻ പറഞ്ഞില്ല, മഞ്ഞ കറ വല്ലതും ഉണ്ടോ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകുവാണ്. അതുപോലെ പച്ച ഇല ഉണ്ടെങ്കിൽ തന്നെ കഴിക്കുക. അതുകൊണ്ട് അത് മൊത്തം ഒന്ന് മാറ്റണം. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി, ആ കറ ഇല്ലാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ കഴുകി കളയില്ലേ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും നമ്മുടെ എന്താ പറയുക മിൻറ്റ് ലീവ്സ് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ മിൻറ്റ് ലീവ്സ് ഇടുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഒരു തരത്തിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1-2 ഇല ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. കാരണം ഇഞ്ചിയുടെയൊക്കെ ഒരു നാരും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം നന്നായിട്ട് നമുക്ക് അരിച്ച് മാക്സിമം ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം കേട്ടോ.
മാക്സ് ഒന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചിരുന്നെങ്കിൽ ഇതുകൂടെ അരഞ്ഞേനെ. ഞാനങ്ങ് ഒരുപാട് അരച്ചില്ല. അപ്പോൾ ഇഞ്ചിയുടെ ആ നാരെല്ലാം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞു. അപ്പോൾ മാക്സിമം ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഒരു 2 നാരങ്ങ മുഴുവൻ. ഞാനിപ്പോൾ ഒരു 3 പേർക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു ചേട്ടായി ഉണ്ട്, പുള്ളിക്കൂടെ ചേർത്തിട്ട് ആണ് എടുത്തത്. അപ്പം ഞാൻ 2 നാരങ്ങ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കറ്റാർവാഴയുടെ ആ ജെല്ലിൻ്റെ പകുതി പോലും വേണ്ട, അതിൽ കുറവും മതി. നമ്മൾ ഒരുപാട് എടുക്കുന്നതും അത്ര നല്ലതല്ല. ഇനി ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേനാണ്, ഹണി. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഹെൽത്തി ആയിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇട്ട് വെറുതെ അതിൻ്റെ ബെനിഫിറ്റ്സ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഹണിക്കകത്താകുമ്പോൾ ഹണി ഒരു മെഡിസിൻ അല്ലേ, അപ്പോൾ ഹണിക്കകത്ത് ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഹണി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊന്ന് ഇട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം ഞാനൊരു 2-2.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വയറ് നിറച്ച് കുടിക്കില്ല, ഇതൊരു മെഡിസിൻ പോലെ നമ്മൾ കുറച്ചേ നമ്മൾ കുടിക്കുന്നുള്ളൂ. അപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ഈ ഹണി ഒന്ന് മിക്സാക്കി കൊടുക്കണമെങ്കിൽ മധുരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് തണുപ്പായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഇച്ചിരി തണുത്ത് കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ 2 ഗ്ലാസ്സിൽ ഒഴിക്കുന്നുള്ളൂ, 1 ഗ്ലാസും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ജ്യൂസാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും കണ്ടുപിടിക്കത്തില്ല ഇത് കറ്റാർവാഴയുടെ ജ്യൂസ്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവരത് മനസ്സിലാവൂ, അല്ലെങ്കിൽ കണ്ടുപിടിക്കത്തേ ഇല്ല. അത്രയും ഹെൽത്ത് ബെനിഫിറ്റുള്ള ഈ ജ്യൂസ് ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും നിങ്ങളിത് കുടിക്കണമെന്നാണ് പറയുന്നത്. ഒരുപാട് വീഡിയോസിലൊക്കെ ഡോക്ടേഴ്സൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡയബറ്റീസ് 2 പേഷ്യൻസിനൊക്കെ ഇത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജ്യൂസ് നന്നായി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലിടണം. എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തൊക്കെ ആയാലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലിടണം. അപ്പോഴേ എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ടേക്ക് കെയർ. Then tata, bye bye.